പത്മിനി അമ്മയല്ല മരിച്ചത്. 14 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നരബലി കൊടുത്തതിന് ശേഷം അമ്മ ഇവിടെ നിന്നും നാട് വിട്ടു. അമ്മ എങ്ങനെ മരിച്ചു? ഈ അമ്മയുടെ കൊലപാതകത്തിന് ചേട്ടന് പങ്കുണ്ടെന്ന് പറയുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? പത്മിനി അമ്മയുടെ തിരോധാനം അതൊരു വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിന്. പത്മിനി അമ്മ അല്ല മരിച്ചത്. പത്മിനി അമ്മയ്ക്ക് പകരം മറ്റാരെയോ അഗ്നിക്കിരയാക്കി പത്മിനി അമ്മ ഇവിടെ നിന്നും പലായനം ചെയ്തു, പളനിയിൽ എവിടെ പോയി തല മുണ്ടനം ചെയ്ത് ആൾമാറാട്ടം കളിച്ച് നടക്കുകയാണ് എന്നൊക്കെ തരത്തിലുള്ള ചില കിംവദന്തികളാണ് ഞങ്ങളെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ചൂട്ടിക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്ന ഒരു അമ്മയുണ്ട്. അതാ ഇവിടെ അമ്മയുടെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഇവിടെ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ, ഫോട്ടോയൊക്കെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ പത്മിനി അമ്മ ദാ ഈ മുറിയിൽ ഇവിടെ അഗ്നിക്കിരയായ ഒരു സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ പത്മിനി അമ്മ ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നു, ഞാൻ ഡിസംബർ മാസം 10-ാം തീയതി ഈ ലോകത്തോട് വിട പറയുമെന്ന്. ഒരുപക്ഷെ പത്മിനി അമ്മ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. പത്മിനി അമ്മയുടെ മൂത്ത മകൾ മഞ്ജു നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചി നമസ്കാരം. ശരിക്കും ഞങ്ങൾക്കറിയേണ്ട 2-3 കാര്യങ്ങൾക്ക് ഉത്തരമാണ്. പത്മിനി അമ്മ എങ്ങനെ മരിച്ചു? അമ്മ സ്വന്തമായിട്ടാണ് ആത്മഹത്യ ചെയ്തതാണ്. ഇത് മുമ്പ് പറഞ്ഞിരുന്നോ? എന്താ പറഞ്ഞിരുന്നേ? ഇങ്ങനെ അഗ്നിയല നിന്ന് കത്തുന്നു, അമ്മയ്ക്ക് സമയമായി പോകുന്നു ഒക്കെ പറഞ്ഞിരുന്നു. ഇതൊരു 4-5 വർഷം കൊണ്ട് പറയാൻ തുടങ്ങി. ഇപ്പം ഒരു ചണ്ഡിക ഹോമം എന്നിട്ടൊരു ഹോമം കഴിഞ്ഞു 1 വർഷം കൊണ്ട്. അതിന് ശേഷമാണ് അമ്മ കൂടുതലായിട്ട് പറയാൻ തുടങ്ങിയത്. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും പറഞ്ഞിരുന്നു, ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞിരുന്നു, എൻ്റെ അടുത്തും പറഞ്ഞിരുന്നു, എനിക്ക് പോവാൻ സമയമായി, എപ്പോഴും ഇല്ലാതെ ഞാനത് ചെയ്യും. ആ ഹോമത്തിൽ നിന്ന് കത്തും എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഹോമത്തിൽ നിന്ന് കത്തിയില്ല. അമ്മ കിടക്കുന്ന റൂമിൽ കട്ടിലിൻ്റെ അടിയിൽ ഹോമത്തിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ട് ആ റൂമിനകത്ത് ആ കട്ടിൽ കിടന്നാണ് ഇത് ചെയ്തത്. പത്മിനി അമ്മയുടെ പ്രവചനങ്ങളും ഒക്കെ നടത്തിയിരുന്ന അമ്മയുടെ പൂജാമുറിയാണ് ഇവിടെ ഇരുന്നാണ് പത്മിനി അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. വാ ചേച്ചി വാ. ഇതൊക്കെ ചെയ്യുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഡിസംബർ 10-ാം തീയതി പത്മിനി അമ്മ ഈ മുറിയിൽ ഇതിനകത്താണ് പത്മിനി അമ്മ അവസാനം ആത്മഹൂതി ഇങ്ങനെ ചാരി പൂട്ടിട്ടിരുന്നു. ഞങ്ങൾ വന്നു ആ ഗേറ്റിന്റെ അകത്ത് പൂട്ട് ഇങ്ങനെ ഇട്ടിരുന്നു. ആ പൂട്ടിനെ ഇങ്ങനെ കൈകൊണ്ടെടുത്ത് പൂട്ടിയില്ല, താക്കോലിട്ട് പൂട്ടിയില്ല, അല്ലാതെ ഇട്ടിരുന്നു. അതിനെ എടുത്തിട്ട് വന്നപ്പോൾ ഈ ഗേറ്റ് ഇങ്ങനെ അടച്ചിരുന്നു. ഇതിനെ വെളിയിൽ നിന്ന് തുറന്നിട്ട് ഈ കഥവിനെ ഞങ്ങൾ തള്ളിയാണ് തുറന്നത്. അമ്മേരെ വകയെന്ന് പറഞ്ഞിട്ട് ഒരു തോർത്ത് പോലും ഇല്ല. എല്ലാം വരിയൊക്കെ ഇട്ടാണ് ഇരിച്ചത്. ഇവിടെ വന്നപ്പോ ഇവിടെ കിടന്നു തലഭാഗം, ബാക്കി അസ്ഥിയൊക്കെ അങ്ങോട്ട് ഇങ്ങനെ. തല കത്തിയിരുന്നു? അതോ ഉടൽ തല കത്തിയിരുന്നു? എല്ലാം കത്തിയിരുന്നു. രൂപം ഒന്നും തിരിച്ചറിഞ്ഞൂടാ. ഇല്ല, അസ്ഥി കൂടെ മാത്രമായിരുന്നു. അവസ്ഥയായിരുന്നല്ലേ? ആ അവസ്ഥയായിരുന്നു. ഞങ്ങൾ എന്നെ വന്ന് കഥവ് തള്ളി തുറന്നത്. പിന്നെ ഇങ്ങോട്ട് ഓടെ ചാടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ മുറിയിൽ പിന്നെ കയറിയിട്ടില്ല, എല്ലാം അടച്ചു പൂട്ടി വെച്ചിരിക്കുക. അല്ല, പിന്നെ ഞങ്ങളാ 16-ന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നല്ലോ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി കയറി ഈ ചാരങ്ങളെല്ലാം വാരി മാറ്റി. പത്മിനി അമ്മയുടെ മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് ഒരു കാര്യം, അതിലൂടെയാണ് ഉത്തരം തരേണ്ടത്. പത്മിനി അമ്മയല്ല മരിച്ചത്. 14 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇവിടെ ഇട്ട് ശരിക്കും കുഞ്ഞിനെ നരബലി കൊടുത്തതിന് ശേഷം അമ്മ ഇവിടെ നിന്നും നാട് വിട്ടു, പളനിയിൽ എവിടെയോ ഒരു സ്ഥലത്തുണ്ട്, തല മുണ്ടനം ചെയ്ത് അവിടെ കഴിയുകയാണെന്ന് പറയുന്നു. അതിൽ എന്താണ് സത്യം? ഈ കണ്ടവര് അമ്മയെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അതാണ് സത്യം. ഞങ്ങൾക്കറിയില്ല. അപ്പം പിന്നെ ഇവിടെ കിടന്നതാര്? 14 വയസ്സായ ആളിന്റെ അവകാശം ഇവിടെ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മരിച്ചത് ഞങ്ങൾ അമ്മയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കണത്. പളനിയിൽ മുട്ടയടിച്ച് ഇരിക്കണ കണ്ടെങ്കിൽ അവർ കൊണ്ടുവരണ്ടേ? എപ്പോഴും അവർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസ് അതിന് നടപടി എടുക്കണമായിരുന്നു.
പോലീസ്, ഫോറൻസിക് ഇത്രയും ആൾക്കാർ എല്ലാവരും വന്ന് നോക്കി, ഈ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടും ഈ ജനങ്ങൾക്ക് സംശയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് അവരെ സംശയം മാറ്റാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, ഏത് കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ ആൾക്കാർ പറഞ്ഞുണ്ടാക്കും. അതിനെ വേണം ആദ്യം നിർത്തേണ്ടത്. പിന്നെ ഒരു ചാനലും അന്നത്തെ ദിവസം ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. തലയോട് കൊണ്ടിട്ട് കത്തിച്ചിട്ട് അവർ മാറിയതാണ്, ഒളിവിലാണ്. തലയോട് കൊണ്ടിട്ട് കത്തിച്ച് മന്ത്രവാദം ചെയ്തതാണെന്ന്. അങ്ങനെ ആ ചാനലുകാർ കണ്ട മന്ത്രവാദം ചെയ്തത്, തലയോട് കൊണ്ട് കത്തിച്ചത്. ഈ പറയുമ്പോൾ എന്ത് വേണോ പറയാം. ഇവിടെ കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു, എന്തെങ്കിലും ഹോമം നടത്തും, ഗണപതി ഹോമം നടത്തും. പിന്നെ ആൾക്കാർക്ക് വല്ലതും പരിഹാരത്തിനുള്ള അങ്ങനെ ഈ ഹോമത്തിന്റെ, ഗണപതി ഹോമത്തിന്റെ സാധനമല്ലേ, അതൊക്കെ ഇട്ടൊരു ഹോമം. പിന്നെ തേങ്ങ, മുട്ടറപ്പ്, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ മന്ത്രവാദമോ കാര്യങ്ങളോ കർമ്മങ്ങളോ ഒന്നുമില്ല. അപ്പൊ ശരിക്കും ഇവിടെ മരിച്ചത് പത്മിനി അമ്മ തന്നെയാണ്. മറ്റ് ഈ 14 വയസ്സുള്ള കുഞ്ഞ് മരിച്ചിട്ടില്ല. അങ്ങനെ കുഞ്ഞ് മരിച്ചെങ്കിൽ ആ കുഞ്ഞിന്റെ ഉടമസ്ഥകാർ വരണം. പിന്നെ എന്റെ അമ്മ എവിടെ? അമ്മ എന്തിനത് ചെയ്യണം? 14 വയസ്സായ കുട്ടി ഇതിനകത്ത് ടേരിച്ചിട്ട് അമ്മ എന്തിനത് ചെയ്യണം? ഞങ്ങൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ ഭർത്താവിന് ഓട്ടോയാണ് ഓട്ടിക്കണേ. അപ്പൊ എനിക്ക് ഫുള്ള് എല്ലാ കാര്യത്തിലും ഭർത്താവുമായി കണക്ട് ചെയ്ത ചില സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. എന്റെ ഭർത്താവ് ഇവിടെ വന്നിരുന്നു രാത്രി. കാരണം മക്കളായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു സാധനം വാങ്ങി കൊടുക്കണതും അമ്മ എന്ത് നോക്കണതും നമ്മളെ കടമയാണത്. അപ്പൊ അതുപോലെ അമ്മ സന്ധ്യക്ക് കാപ്പി വാങ്ങിച്ചു കേട്ടു, അങ്ങനെ കാപ്പി കൊണ്ടു കൊടുക്കാൻ വന്നു. പിന്നെ എന്ത് സങ്കടം വന്നാലും ഉടനെ അമ്മ വിളിക്കും, സംസാരിക്കും, ഒക്കെ ചെയ്യും. എന്റെ മോളെ കല്യാണം വരെ നടത്തേണ്ടത് എന്റെ അമ്മയായിരുന്നു. അമ്മ പറഞ്ഞിട്ട് ദിവസം കുറിച്ചതും മണ്ഡപത്തിന് ബുക്ക് ചെയ്തതും എല്ലാത്തിനും അമ്മയേ ഉള്ളൂ. അമ്മയാണ് കല്യാണം വരെ നടത്തേണ്ടത്. അപ്പൊ ആ അമ്മ നഷ്ടപ്പെട്ടപ്പോ എന്തുമാത്രം വേദനയുണ്ട് ഞങ്ങൾക്ക്. കല്യാണത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ അമ്മ കുറച്ച് സ്വർണം വാങ്ങിച്ച് ലോക്കൽ വെച്ചിട്ടുണ്ട്. അത് എന്റെ വസ്തു വിറ്റപ്പം കുറച്ച് പൈസ ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരുന്നു. അതൊക്കെ നമ്മുടെ കുടുംബ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു കല്യാണ സമയത്ത് കാണൂല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഞാൻ കാണൂല, ഞാൻ ദൂരെ നിന്ന് നോക്കേ ഉള്ളൂ, ഞാൻ കാണൂല, നിന്റെ ഒപ്പം ഞാൻ ഉണ്ടാവൂല. ഇപ്പം ശരിക്കും ചേച്ചിയുടെ കൂടെ ഉണ്ടോ പത്മിനി അമ്മ? എന്റെ അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ട്. അമ്മ ഇതിനകത്ത് തന്നെ ഉണ്ട്. അമ്മ എങ്ങോട്ട് പോയെ? അമ്മയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്. അമ്മയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്. ആ ദൈവിക ചൈതന്യം മുഴുവൻ മകൾക്ക് തന്നിട്ടാണ് നമ്മ പോയത്. എന്നിട്ട് ഇപ്പം ആളുകളുടെ കാര്യങ്ങളൊക്കെ പ്രവചിക്കാറുണ്ടോ? ഈ അമ്മയുടെ മരണത്തിന് ശേഷം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മാനസിക വിഷമം, ഏറ്റവും കൂടുതൽ മാനസിക പീഡനം ഏറ്റൊരു വ്യക്തിയാണ്. അതിനെന്താ ചേട്ടന് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ അവർ മോനെ പോലെയാണ് എന്നെ ഇതാക്കിയത്. പക്ഷെ പേദോഷം മുഴുവൻ, എൻ്റെ ഭാരം മുഴുവൻ ചേട്ടൻ്റെ ചുമലിലാണല്ലോ. ഓ, ഞാൻ കൊന്നു പറഞ്ഞു. ഇവിടെ ഒരു 14 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു മരണത്തെക്കുറിച്ച് പറയുന്നത്, ഈ അമ്മയുടെ കൊലപാതകത്തിന് ചേട്ടന് പങ്കുണ്ടെന്ന് പറയുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അവർ ചെയ്യുമെന്ന് പറഞ്ഞു, അതേപോലെ ചെയ്തു. മക്കളെ കൂടെ ഞാൻ എപ്പോഴും കാണും എന്ന് പറഞ്ഞു. അമ്മ ചെയ്യുമെന്ന് പറഞ്ഞു, അത് ചെയ്തു. അല്ലാതെ അതിനകത്ത് ഒരു പങ്കും ചേട്ടനില്ല. ഈ നാട്ടുകാർ പറയുന്നത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ കോവിൽ പറഞ്ഞവരടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരുപക്ഷെ ഇത്ര മണിക്കാൻ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതാണ് അമ്മ പറഞ്ഞ വാക്ക് പാലിച്ചു. അന്ന് ഉച്ചയ്ക്കും ഇവിടെ അടുത്തുള്ള ഒരു മാമന്റെ അമ്മ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇവിടെ പിള്ള വീട്ടിലുള്ള മുരു എന്ന് പറയുന്ന ഒരു മാമന്റെ അടുത്ത്, ആ മാമന്റെ അടുത്ത് അന്ന് ഉച്ചയ്ക്ക് മാമയുടെ പശുവിന് അവസ്ഥ വന്നപ്പോൾ പറയുന്നു, എന്റെ മക്കൾക്ക് വലിയ ഇത് ബാക്കിലിടാൻ പോലും ഞാൻ കൊടുക്കൂല, കിട്ടൂല, ഞാൻ ഭസ്മമായി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരുപാട് പേര് പറഞ്ഞു ഞാൻ ഭസ്മമായി പോകും. അമ്മയുടെ വാക്ക് അറം പറ്റിയതുപോലെ അമ്മ അതുപോലെ ഭസ്മമായി പോയി. പിന്നെ ഈ ദേവിയുടെ ഒരു അനുഗ്രഹത്തോടെ ഇരിക്കുന്നത് കൊണ്ട് ആണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ടാണല്ലോ ഇത് ഈ ക്ഷേത്രം ഇത്രയും 10-30 വർഷം കൊണ്ട് ഈ ക്ഷേത്രം ഒരു ക്ഷേത്രമായത് തന്നെ. ഞാൻ ചോദിക്കട്ടെ, പക്ഷെ ഈ നാട്ടുകാർക്ക് ആർക്കും വിശ്വാസമില്ല. അല്ല, വിശ്വാസമാണ്, വിശ്വാസം ഇല്ലാതെയല്ല. എനിക്ക് ഈ അമ്മയുടെ മരണം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ആർക്കും ഇതിൽ ഒരു പങ്കുമില്ല. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ അമ്മയ്ക്ക് അങ്ങനെ ആരെ കൂട്ടും നിൽക്കില്ല, അങ്ങനെ ചെയ്യയില്ല. ഞങ്ങളെ വിട്ടിട്ട് ഒരു നിമിഷം പോലും ഞങ്ങൾ അമ്മ മാറി നിൽക്കുകയുമില്ല. എന്റെ അച്ഛൻ, എനിക്ക് 3.5 വയസ്സായപ്പോൾ എന്റെ അച്ഛൻ മരിച്ചാണ്. എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തി ഒരു നിലയിൽ ഇത്ര മേലാക്കിയത്. ആ അമ്മ ഞങ്ങളെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കില്ല. അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ അമ്മ അങ്ങനെ ചെയ്യില്ല. പിന്നെ ഇവിടെ ആരെ കൊണ്ടിട്ട് ഏരിച്ചിട്ടാണ് അമ്മ ഇങ്ങനെ പോയത്? ഞങ്ങളെ വേദന എന്ന് പറഞ്ഞത് അത് ആരുടെ പറഞ്ഞു കാണിക്കേണ്ടായിരുന്നു. ഇത്രയും സമയം വരെ പിടിച്ചു നിന്നതേ ഉള്ളൂ. അത്രമാത്രം ഉണ്ട് വേദന. ജൂൺ മാസം 9-ാം തീയതിയാണ് മോളെ കല്യാണത്തിനുള്ള ദിവസം കൊണ്ട് അത് നടത്തേണ്ടത് അമ്മയായിരുന്നു. 10 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരെ കടമുണ്ട് അമ്മയ്ക്ക്. അതൊന്നും നാട്ടുകാർക്ക് അറിയാൻ നേരമില്ല. അതൊന്നും അറിയണ്ട. അവരെ തരണമെന്നല്ല പറയണേ, ഈ ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കണം. ഇത് അമ്മേരത് കിട്ടിയ അത് അമ്മ തന്നെ അറിഞ്ഞ റിപ്പോർട്ടായ ഇതായ ഒരുപാട് ഈ തൊഴിലുറപ്പെന്ന് പറയണത് ഒരു ഇത് ഉള്ളത്. ഈ തൊഴിലുറപ്പ് സ്ഥലത്ത് നടക്കണതേ അനാവശ്യങ്ങൾ പറയാനാണ് ഈ പെണ്ണുങ്ങൾ കൂടുന്നത്. സത്യം, ഗവൺമെന്റ് കൊണ്ടുവന്നത് അവർക്കൊരു ജീവിതമാർക്കാം. പക്ഷെ അവരവിടെ പോയി ഇരിക്കണത് ഈ എന്റെ കാര്യം മാത്രമല്ല, ആവശ്യമില്ലാത്ത ലോകത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ തൊഴിലുറപ്പ്. പത്മിനി അമ്മയുടെ മരണം, ഈ ആത്മഹത്യ അമ്മ മുമ്പ് തന്നെ കുറിച്ചിട്ട
ഒരു കാര്യമാണ്. ഞാൻ ഇത്രാം തീയതി നിങ്ങളെ വിട്ടുപോകും എന്ന് പറഞ്ഞ ദിവസം തന്നെ പത്മിനി അമ്മ മരിച്ചു.